നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇന്ന് FC ബാഴ്സലോണ ഇറങ്ങുകയാണ്. എതിരാളികൾ ന്യൂക്കാസിൽ യുണൈറ്റഡാണ്. ന്യൂക്കാസിലിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവ സൂപ്പർ താരം ലമീൻ യമാൽ ഈ മത്സരം കളിക്കാനില്ല. ബാഴ്സയുടെ സ്ക്വാഡൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ആരൊക്കെയായിരിക്കും ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് 11? ഇന്നലെ ഈ ചോദ്യം കോച്ച് ഹൻസി ഫ്ലിക്കിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കൊരു ട്രെയിനിങ് സെഷൻ കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടീമിനെ ഡിറ്റർമിൻ ചെയ്യുക എന്ന്. ഇപ്പോൾ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടീവോ അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. എങ്ങനെ ഇറക്കാനാണ് കോച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ, ഡിഫൻസിൽ ക്രിസ്ത്യൻസനും കുബാസിയും, ഇരു പാർശ്വങ്ങളിലായിട്ട് ജെറാദ് മാർട്ടിനും കൂണ്ടയും, മധ്യനിരയിൽ പെഡ്രിയും ഡിയോങ്ങും, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഫെർമിൻ, ഇരു പാർശ്വങ്ങളിലായിട്ട് റാഷ്ഫോർഡും റാഫീഞ്ഞയും, മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ട് റോബർട്ട് ലെവൻഡോസ്കി. ഇതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു 11. എന്തായാലും മികച്ചൊരു പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമാണ് ബാഴ്സയ്ക്ക് ഇംഗ്ലീഷ് മണ്ണിൽ വിജയിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഇന്നലെ എഡി ഹോവ് പറഞ്ഞത് പെഡ്രിയെ തടയുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് ബാഴ്സയുടെ നീക്കങ്ങളെ തടയാൻ വലിയ രൂപത്തിൽ സഹായിക്കുമെന്ന്. ബാഴ്സ സ്പേസ് കിട്ടിയാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തും. അത് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുകൂടി ന്യൂക്കാസിലിൻ്റെ കോച്ച് പറയുമ്പോൾ ഇത് ടാക്റ്റിക്കലി ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.